വാളയാർ കേസിലെ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ MJ സോജന IPS നൽകാനുള്ള സർക്കാർ നീക്കത്തിൽ പ്രതിഷേധവുമായി പെൺകുട്ടിയുടെ അമ്മ. സോജന IPS ഗ്രേഡ് ലഭിക്കുന്നതിനുള്ള സമഗ്രതാ സർട്ടിഫിക്കറ്റ് തടഞ്ഞുവെക്കാൻ ആവില്ലെന്ന് ആഭ്യന്തര വകുപ്പിന്റെ വിശദീകരണം ലഭിച്ചതിന് പിന്നാലെയാണ് അമ്മ പ്രതികരണവുമായി രംഗത്തെത്തിയത്. വാളയാർ കേസ് അട്ടിമറിച്ച മുഴുവൻ പ്രതികളെയും രക്ഷിച്ചെടുത്തയാളാണ് സോജൻ. ഇതിനുള്ള സർക്കാരിന്റെ സമ്മാനമാണ് IPS പദവി. സോജൻ പ്രതിസ്ഥാനത്ത് നിൽക്കെ തിടുക്കപ്പെട്ട് എന്തിന് IPS നൽകുന്നുവെന്ന് അവർ ചോദിക്കുന്നു. വേട്ടക്കാർക്കൊപ്പമാണ് തങ്ങളെന്ന് സർക്കാർ വീണ്ടും തെളിയിക്കുകയാണെന്നും പെൺകുട്ടികളുടെ അമ്മ പ്രതികരിച്ചു. എന്നാൽ സോജന് IPS ഗ്രേഡ് ലഭിക്കുന്നതിനുള്ള സമഗ്രതാ സർട്ടിഫിക്കറ്റ് തടഞ്ഞുവയ്ക്കാനാവില്ല എന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ നിലപാട്. 2017 ജനുവരി 7-നാണ് അട്ടപ്പളത്തെ വീട്ടിൽ 13-കാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാർച്ച് 4-ന് ഇതേ വീട്ടിൽ അനുജത്തി 9 വയസ്സുകാരിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ആ മാസം 6-ന് പാലക്കാട് ASP G പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. 2017 മാർച്ച് 12-ന് കുട്ടികൾ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. എന്നാൽ 2019 ജൂൺ 22-ന് സഹോദരിമാരുടെ മരണം ജീവനൊടുക്കിയതെന്ന് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. 2019 ഒക്ടോബർ 9-നാണ് കേസിലെ ആദ്യ വിധി വന്നത്. 3-ാം പ്രതിയായ ചേർത്തല സ്വദേശി പ്രദീപ് കുമാറിനെ തെളിവുകളുടെ അഭാവത്താൽ വെറുതെ വിട്ടു. ഒക്ടോബർ 25-ന് പ്രതികളായ V മധു, M മധു, ഷിബു എന്നിവരെയും കോടതി വെറുതെ വിട്ടു. വിധി റദ്ദാക്കണമെന്നും പുനർവിചാരണ വേണമെന്നും ആവശ്യപ്പെട്ട് അതേ വർഷം നവംബർ 19-ന് പെൺകുട്ടികളുടെ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചു. 2020 മാർച്ച് 18-ന് പോലീസിനും പ്രോസിക്യൂഷനും വീഴ്ചയുണ്ടായെന്ന് ഹനീഫ കമ്മീഷൻ കണ്ടെത്തി. നവംബർ 4-ന് 3-ാം പ്രതി പ്രദീപ് കുമാർ ജീവനൊടുക്കി. കേസ് ഏറ്റെടുത്ത CBI ഏപ്രിൽ 1-ന് പാലക്കാട് പോക്സോ കോടതിയിൽ FIR സമർപ്പിച്ചു. ഡിസംബർ 27-ന് വാളയാർ പെൺകുട്ടികൾ ജീവനൊടുക്കി എന്നാണ് കണ്ടെത്തിയത്. എന്നാൽ CBI കുറ്റപത്രം 2022 ഓഗസ്റ്റ് 10-ന് പാലക്കാട് പോക്സോ കോടതി തള്ളി. തുടരന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. CBI തിരുവനന്തപുരം യൂണിറ്റിലെ പ്രത്യേക കുറ്റാന്വേഷണ വിഭാഗം തുടരന്വേഷണം നടത്തണമെന്നായിരുന്നു ഉത്തരവ്.